ശിവശക്തീക്യരൂപിണ്യേ നമഃ. മീനമാസത്തിലെ പൂരം നാൾ പാർവതീദേവിക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമായി പുരാണങ്ങളിൽ പറയുന്നു. ഐതിഹ്യം ഇങ്ങനെയാണ്: മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതീദേവി കഠിന തപസ്സനുഷ്ഠിച്ചു. ആദ്യ ഭാര്യയായ സതീദേവിയുടെ വിയോഗത്തിൽ ദുഃഖിതനും കോപിഷ്ഠനുമായിരുന്ന ശിവഭഗവാൻ ഉഗ്ര തപസ്സിലായിരുന്നതുകൊണ്ട് പാർവതീദേവിയുടെ പ്രാർത്ഥന കേൾക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല. അത് ഭഗവാൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അത്രയ്ക്കും കഠിന തപസ്സായിരുന്നു ഭഗവാന്റേത്. എന്നാൽ ഈ ഉഗ്ര തപസ് തുടർന്നു പോയാൽ മൂലോകങ്ങൾക്കും ആപത്താണെന്നതുകൊണ്ടും അതേസമയം തന്നെ ശൂരപത്മൻ, താരകാസുരൻ എന്നീ അസുരന്മാരെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ടും സഹിക്കവയ്യാതെ ദേവന്മാരെല്ലാവരും ഒരു കാര്യം തീരുമാനിച്ചു: ശിവഭഗവാനെ തപസ്സിൽ നിന്നും എങ്ങനെയും ഉണർത്തുക. ശിവഭഗവാന്റെ തപസ് തുടർന്നാൽ ഭയങ്കര വിപത്തുണ്ടാകുമെന്നത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, ശിവപുത്രനു മാത്രമേ ശൂരപത്മനെയും താരകാസുരനെയും കൊന്ന് ദേവന്മാരെ രക്ഷിക്കാൻ സാധിക്കൂ എന്നതുമാണ്. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം മാനിച്ച് ലോകത്തിൻ്റെയും ദേവന്മാരുടെയും രക്ഷയ്ക്കായി കാമദേവൻ സ്വയം ത്യാഗത്തിനു തയ്യാറായി. കാരണം മഹാദേവനെ തപസ്സിൽ നിന്നുണർത്തിയാൽ ഉണ്ടാകുന്ന പ്രതികരണം അത്രയ്ക്കും ഭീകരമാണ്. അത് ഏറ്റെടുക്കാൻ കാമദേവൻ തയ്യാറായി. ഭഗവാൻ തപസ്സിൽ നിന്നുണരാനും പാർവതീദേവിയെ പ്രണയിക്കാനും വേണ്ടി കാമദേവൻ കാമബാണം അയക്കുന്നു. അങ്ങനെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. എല്ലാ തരത്തിലും ശിവഭഗവാനെ തപസ്സിൽ നിന്ന് ഉണർത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തീർത്തു. അതിനോട് സഹകരിച്ച് പാർവതീദേവിയും അതിസുന്ദരിയായി അണിഞ്ഞൊരുങ്ങി ഭഗവാന്റെ തിരുമുമ്പിൽ നിന്നു. കൺതുറന്ന ഭഗവാൻ പാർവതീദേവിയിൽ അനുരക്തനായി ദേവിയെ വിവാഹം ചെയ്യുന്നു. എന്നാൽ പിന്നീട് എല്ലാം തിരിച്ചറിഞ്ഞ ഭഗവാൻ ഉഗ്രകോപത്താൽ തൃക്കൺ തുറന്ന് കാമദേവനെ ദഹിപ്പിക്കുന്നു. എന്നാൽ ലോകത്തിൽ പ്രണയം നിലനിൽക്കേണ്ടത് ഭൂലോകത്തിന്റെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നും മാത്രവുമല്ല, ശൂരപത്മന്റെയും താരകാസുരന്റെയും ഉപദ്രവം സഹിക്കാഞ്ഞ് ദേവന്മാരുടെ അപേക്ഷ മാനിച്ച് കാമദേവൻ ഇങ്ങനൊരു ഉദ്യമത്തിന് മുതിർന്നതാണെന്ന് പാർവതീദേവി ശിവഭഗവാനെ പറഞ്ഞു മനസ്സിലാക്കി. അതുകൊണ്ട് കാമദേവനെ പുനരുജ്ജീവിപ്പിക്കാൻ പാർവതീദേവി ശിവഭഗവാനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ശാന്തനായ ഭഗവാൻ കാമദേവനെ പുനരുജ്ജീവിപ്പിക്കുകയും രതീദേവിയുടെ ദുഃഖം മാറ്റുകയും ചെയ്തു. അങ്ങനെ പാർവതീദേവിക്ക് തൻ്റെ നീണ്ട നാൾ തപസ്സിനൊടുവിൽ ശിവഭഗവാനെ ഭർത്താവായി ലഭിക്കുകയും രതീദേവിക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടുകയും ചെയ്ത ദിവസമാണ് മീനമാസത്തിലെ പൂരം നാൾ. അന്നേ ദിവസം അതിരാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മവും കുങ്കുമവും ചാർത്തി പഴങ്ങൾ മാത്രം ഭക്ഷിച്ച് വ്രതമെടുക്കുക. ക്ഷേത്ര ദർശനം നടത്തി വിവാഹിതരായവർ ദമ്പതിമാരുടെ പേരിൽ ഐകമത്യ സൂക്തം അർച്ചന നടത്തുന്നതും കന്യകമാർ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം, പാർവതീ വല്ലഭാഷ്ടകം, ഉമാമഹേശ്വര സ്തോത്രം എന്നിവ ജപിക്കേണ്ടതാണ്. മീനത്തിൽ പൂരം നാൾ വ്രതമെടുത്ത് തുടർന്നുള്ള 7 മാസം പൂരം നാൾ വ്രതമെടുക്കുന്നത് ദാമ്പത്യ സുഖത്തിനും ദീർഘമംഗല്യത്തിനും നല്ല ഭർത്താവിനെ ലഭിക്കാനും വളരെ നല്ലതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഏവർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ.